ഹലോ നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു കുഞ്ഞു ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ്. ഇന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അങ്ങനത്തെ നമ്മുടെ വിഷു കഴിഞ്ഞു അല്ലേ. വിഷുവിന് നമ്മൾ ഇതേ ഇല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഒന്ന് രണ്ട് ഇല ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഇന്ന് ഇലയുടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നാട്ടിലാകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇല എടുത്ത് കളയും. പക്ഷെ ഇവിടെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഇലയാണ്. അതുകൊണ്ട് തന്നെ ഒരു കഷ്ണം പോലും കളയാൻ നമുക്ക് മനസ്സ് വരില്ല. ആ ബാക്കിയുള്ള ഇല വെച്ചിട്ട് ഇന്ന് എന്തായാലും ഇലയുടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അത് വാടി അത് പോകില്ലേ. ഇന്ന് നമ്മൾ കുറച്ച് റാഗിപ്പൊടി എടുത്തിട്ടാണ് ഇലയുടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യത്തെ നമ്മുടെ പണികൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. വിഷുക്കെ ആകുമ്പോൾ കുറച്ച് പണികളൊക്കെ കൂടുതൽ ഉണ്ടാവുമല്ലോ. നാളികേരം ചെരുകിയത് വാങ്ങിച്ചു കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാലത്ത് അല്ലെങ്കിൽ തലേദിവസം അത് ചെരുകാതിരിക്കണ്ടെന്നും പറഞ്ഞിട്ട് കുറച്ച് നാളികേരം ചെരുകിയത് കൂടുതൽ വാങ്ങിച്ചു കൊണ്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അത്ര വലിയ സദ്യ ഒന്നും ഒരുക്കിയില്ല. കുഞ്ഞൊരു ഒരു ചെറിയ തോതിലാണ് ഇപ്രാവശ്യം വിഷുക്കെ ആഘോഷിച്ചത് കേട്ടോ. നാളികേരത്തിനൊന്നും അത്ര വലിയ ചെലവൊന്നും ഉണ്ടായില്ല. എന്തായാലും നാളികേരം ഇരിപ്പുണ്ട്. ആ പണിയും കുറവാണ് കേട്ടോ. പിന്നെ ഈ ഇലയുടെയൊക്കെ ആകുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കും. ഞാൻ നാളികേരം കുറച്ചധികം ചെരുകാൻ കുറച്ച് മടിയാണ്. പിന്നെ ഇന്ന് നാളികേരമൊക്കെ ഇരിപ്പുണ്ട്. അതേ ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ നാളികേരമൊക്കെ ഒന്ന് തണവ് മാറാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് റാഗിപ്പൊടി എടുത്തിട്ടാണ് അട ഉണ്ടാക്കുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള പൊടിയൊക്കെ എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി പിന്നെ നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിക്കണത് കേട്ടോ. തിളച്ച വെള്ളമാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ചുട്ടെടുക്കാനും പുഴുങ്ങിയെടുക്കാനും ഒക്കെ അട നല്ലതാണ് കേട്ടോ. ആ അടയിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അട. അതേ തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കത് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. എല്ലാവർക്കും വിഷുവൊക്കെ നന്നായില്ലേ ഇപ്രാവശ്യം? എനിക്കും അങ്ങനെ അത്ര വലിയ ഇതൊന്നും ഉണ്ടായില്ല. വിഷുവിന് ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒട്ടും ഉഷാറുണ്ടായിരുന്നില്ല. പിന്നെ ഈ വിഷു അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. വലിയ കാര്യത്തിൽ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഇപ്രാവശ്യം. എല്ലാ പ്രാവശ്യം നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെയും പോട്ടെ. നമ്മളിത് പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഇലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. പരത്തിയെടുക്കാനായിട്ട് ഇതിങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തതല്ലേ. കയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടി വരും. അതിനായിട്ട് നമ്മളിത് ഒരു സൈഡിലായിട്ട് കുറച്ച് വെള്ളം പച്ചവെള്ളം എടുത്ത് വെക്കുക ആദ്യം തന്നെ. എന്നിട്ട് ഇങ്ങനെ ഇത് പരത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ പച്ചവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ. പിന്നെ അങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒട്ടലുണ്ടാവില്ല കേട്ടോ. അതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് നാളികേരവും ശർക്കരയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടയ്ക്ക് ഒരു 3-5 അടയ്ക്ക് ഞാൻ പരത്തിയെടുത്തു. അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുമ്പോഴേക്കും ബാക്കിയുള്ളത് നമുക്ക് പരത്തിയെടുക്കാമല്ലോ. വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഴുങ്ങിയെടുക്കാനുള്ള വെള്ളം ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടായിരുന്നു. അതൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ പരത്തിയെടുത്ത അട നമ്മൾ അതിൽ വെച്ച് കൊടുത്ത് ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഒരു 5-10 മിനിറ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കുക കേട്ടോ. എനിക്കിങ്ങനെ റാഗിയട അതുപോലെ തന്നെ ഗോതമ്പടൊക്കെ അരിയടയായിട്ടും കൂടുതൽ ഇഷ്ടം ഇതൊക്കെയാണ് കേട്ടോ. ഇത് ചുട്ടെടുക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം.
ഇത് ഇവിടെ താഴെയുള്ള ആൾക്ക് ഇങ്ങനെ കളറ് മാറിയൊന്നും താല്പര്യമില്ല. ഇത് പിന്നെ ചുട്ടെടുക്കുമ്പോൾ കുറച്ച് കട്ടി കൂടുതലല്ലേ, ഇങ്ങനെ ഇത്ര സോഫ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ചുട്ടെടുക്കണ്ടെന്ന് പറയും, ഇങ്ങനെ പുഴുങ്ങിയെടുത്താൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ അടയാകുമ്പോൾ പിന്നെ അത്ര കുഴപ്പമില്ല. ഇതിൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കി, റാഗിയുടെ പുട്ടൊക്കെ ഉണ്ടാക്കിയാൽ മൂപ്പർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് കേട്ടോ. കളറ് വേറെ കളറുള്ള പുട്ട് എന്നൊക്കെ പറയാം. ഞാൻ പറയും കുട്ടികൾക്കൊക്കെ ഒരുവിധം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ്. അവരോട് എത്ര പറഞ്ഞാലും നല്ലതാണെന്ന് പറഞ്ഞാൽ പറയുക അത് നല്ലതൊക്കെ ആയിരിക്കും, പക്ഷെ ഇത് കളറൊക്കെ മാറിയിട്ട് അതൊക്കെ ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ അടയൊക്കെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും കേട്ടോ. അപ്പോൾ അടയൊക്കെ ആകുമ്പോൾ ഒരുപാട് നല്ലതല്ലേ, നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കണതല്ലേ, വേറെ അങ്ങനെ ഇതൊന്നല്ലല്ലോ. അപ്പോൾ ഈ ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കണേട്ടൊക്കെ എത്ര നല്ലതാണ് ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണത്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അപ്പോൾ അതും നല്ലൊരു കട്ടൻ ചായയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി ഉച്ചക്കലത്തേക്കായിട്ട് നമ്മൾ മീനിരിപ്പുണ്ട്. അപ്പം മീൻ കറിയും പിന്നെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ കുറച്ച് പച്ചപ്പയർ ഉണ്ട്, കുറച്ചായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആയി തുടങ്ങി. അപ്പോൾ അതിനി കളയാൻ പോകണം. അപ്പോൾ ഉള്ളത് പൊട്ടിച്ച് അതിലേക്ക് എന്തെങ്കിലും കായ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുക. അതുപോലെ തന്നെ കുറച്ചധികം ചീരയുണ്ട്, അപ്പം അതും ഒരു തോരൻ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് അങ്ങനെ ഒരു മീൻകറിയും ഒരു തോരനും ഒരു ഉപ്പേരിയൊക്കെ ആയിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ മീൻകറിക്കുള്ള മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ അരപ്പിനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് 2 സ്പൂൺ നാളികേരം 2-3 ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ച് അത് ഇതേ ചട്ടിയിലേക്ക് ഒഴിച്ച് പിന്നെ കുറച്ച് നാളികേരപ്പാലും ഒഴിച്ചു കൂട്ടാം. പിന്നെ കൊടംപുളിയും ഉപ്പും ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പില ഒക്കെ ചതച്ചതും കൂടി അതിലേക്കിട്ട് കറിയൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീനും ഇട്ട് അത് വേവിക്കാനായിട്ട് അവിടെ വെച്ചു കിട്ടുക. അപ്പോൾ ആ മീൻകറിയൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴേക്കും എന്തേ നമ്മൾ കുറച്ച് പച്ചപ്പയറുണ്ട്. അപ്പോൾ ആ പയറൊക്കെ ഒന്ന് ഇപ്പോൾ അത് കളയാൻ പോവാണ്. അപ്പോൾ ലാസ്റ്റ് അപ്പോൾ ഉള്ള പച്ചപ്പയറൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പച്ചപ്പയർ ഓരോന്നൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ചെറുത് ഉണ്ടാവണുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇത് കളയാൻ പോവാണ്. അപ്പം നമ്മൾ ഉള്ളതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പം കുറച്ചായാലും കൂടുതലായാലും നമ്മൾ വെച്ചുണ്ടാക്കിയിട്ടുള്ളത് അതങ്ങനെ പൊട്ടിച്ച് കുറച്ചായാലും അത് ഉണ്ടാക്കുമ്പോഴുള്ളൊരു സന്തോഷം അതൊരു വേറെ തന്നെയല്ലേ. അപ്പോൾ ഇവിടെ നല്ല ചൂടായി തുടങ്ങി. ഇനി അധികം പച്ചക്കറികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഇനി കളയണം. അതുപോലെ തന്നെ തക്കാളിയൊക്കെ പോയി ഉണങ്ങി ആകെ കുറേ ഉണ്ടായി. പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ കളയേണ്ട സമയമായി. അപ്പോൾ അതൊക്കെ ഇനി കളയണം. പിന്നെ ചീരയൊക്കെ ഇനിയും ഉണ്ടാവും, ചൂടായാൽ ചീരയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 2 തരം ചീരയുണ്ട്, പച്ചച്ചീരയുണ്ട് ചുവന്ന ചീരയുണ്ട്. അപ്പോൾ രണ്ടും ഒറ്റയ്ക്ക് വയ്ക്കാനുള്ളതില്ല, രണ്ടും കൂട്ടിയിട്ട് തന്നെ നമുക്ക് അത് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ള ചീരയൊക്കെ ഓരോ ചട്ടിയിലായിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ ചീര. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഉപ്പേരിക്കുള്ള ചീരയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളതൊന്നല്ല കേട്ടോ. മുന്നൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അതിൽ ഇപ്പോൾ കുറേ ചീരത്തൈകളൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുള്ളതാണ്. അതെല്ലാ ചട്ടിയിലും ഓരോന്നും 2 ഒക്കെ ആയിട്ട് ഇങ്ങനെ മുളച്ച് വന്ന് നിൽക്കുന്നുണ്ട്. ചിലതൊക്കെ ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ പറിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇത്രയ്ക്ക് ചീരയുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ അവിടെ നിന്നൊക്കെ പൊട്ടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് അതേ 2 പച്ചമുളകും നമ്മളത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടമുളകാണ്, നല്ല എരിവും ഉണ്ട്. അപ്പോൾ 2 എണ്ണം മതിയാവും ചീരയ്ക്ക് ഉപ്പേരിക്ക് കേട്ടോ. അപ്പോൾ മീൻകറിയൊക്കെ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരുവിധമൊക്കെ ചെറിയ തീയിൽ നിന്ന് അങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ.
അപ്പം അത് ഒന്നും കൂടി ആവുക വേണ്ടോ. അപ്പോഴേക്കും കായും ഒരു കായ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊട്ടിച്ചെടുത്ത പച്ചപ്പയറും കൂടി അരിഞ്ഞ് കഴുകി അത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു കുഞ്ഞു ഉപ്പേരിക്കുള്ളതായിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് വെന്ത് വരുമ്പോഴേക്കും ചീര കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തുള്ളതല്ലേ, കുറച്ചധികം പൊടിയുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറേ പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അരിഞ്ഞെടുത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു ബൗളിലേക്ക് ഇതേ നമ്മൾ പൊട്ടിച്ചെടുത്ത പച്ചമുളക് അരിഞ്ഞിട്ടു. പിന്നെ അതേ നമ്മൾ ചീര ഒട്ടും വെള്ളമില്ലാണ്ട് അതിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് നാളികേരവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പകുതി സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് കാച്ചിയെടുത്താൽ മതി. അപ്പോൾ അതേ ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കടുകിട്ട് പൊട്ടിച്ച് പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 2 വറ്റൽമുളകും ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ നമ്മൾ തിരുമ്പി വെച്ചിട്ടില്ലേ ചീര, അപ്പോൾ അത് ഇതിലേക്കിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ നമ്മുടെ ചീര തോരനും റെഡിയാവും കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ വെള്ളം അങ്ങനെ ആയി നിൽക്കും ചീരയിൽ. അപ്പോൾ ആ ചീരയുടെ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്ന് 1-2 മിനിറ്റ് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലായിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ചീരയല്ലേ, പെട്ടെന്ന് ആവുമല്ലോ അതൊക്കെ. അപ്പോൾ അതായത് നമ്മുടെ ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 പച്ചമുളക് ഇട്ടു. നല്ല അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. നല്ല മൂത്ത പച്ചമുളകായിരുന്നു. അപ്പം നല്ല എരിവൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള നാടൻ പച്ചമുളകല്ലേ. അങ്ങനെ നമ്മുടെ ചീരപ്പേരിയും മീൻകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ കായും പച്ചപ്പയറൊക്കെ വെന്തുണ്ടായിരുന്നു. അപ്പോൾ വെന്ത് വന്നപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഇതേ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി കറിവേപ്പിലിട്ട് മൂപ്പിച്ച് പിന്നെ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. ചതച്ച മുളക് തീർന്നിരിപ്പാണ്. അപ്പം ആ മുളക് പൊടി ഇട്ടിട്ട് തന്നെ ഒന്ന് കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന മുളക് ഭയങ്കര എരിവാ. അപ്പോൾ നമ്മൾ ഒരു ഇച്ചിരി കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വായയിൽ വെക്കാൻ പറ്റില്ല, അത്ര എരിവാണ്. അപ്പോൾ മീൻകറിയിലൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് നോക്കിയിട്ടാണ് ഞാൻ ഇടുക. അപ്പോൾ ഇച്ചിരി കൂടിയാൽ പിന്നെ മീൻകറി ഭയങ്കര എരിവായി ആവും. അപ്പോൾ ഒരു ഇച്ചിരി തന്നെ കാച്ചാനായിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് മൂപ്പിച്ച് ഇതേ നമ്മൾ പയറും കായും അതിലേക്കിട്ട് അതൊന്ന് ഇളക്കിയെടുത്തു. അപ്പം നമ്മുടെ ഉച്ചയൂണ് കറികളൊക്കെ റെഡി ആയിട്ടാ. പിന്നെ അതേ 2 പപ്പടം കൂടി വറുത്ത കറിയൊക്കെ റെഡിയാവും കേട്ടോ. അപ്പം മീൻകറി കാച്ചിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതും കുറച്ച് ചെറിയുള്ളി മൂപ്പിച്ച് അതും ഒന്ന് കാച്ചിയെടുത്തു. അപ്പോൾ താഴെയുള്ള ആൾക്ക് ഇതൊന്നും പറ്റൂല കേട്ടോ. അപ്പം ഞാൻ ആവോലി അരയ്ക്കാന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അപ്പോൾ പറയാം അമ്മ പറ്റിക്കണ്ട, ഇതെനിക്കറിയാം, അത് ഞാൻ കഴിക്കില്ല എന്ന് പറയും. അപ്പം അവനും എന്തെങ്കിലും കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വിഷുവിന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ കറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനത് ഞാൻ ചൂടാക്കി ഒരു പപ്പടവും കുറച്ച് അച്ചാറൊക്കെ കൂട്ടി അവനത് കഴിച്ചു. പിന്നെ നമുക്കിതേ ഉപ്പേരിയും നല്ല മാങ്ങ അച്ചാറും ചീര തോരനും പിന്നെ മീൻകറിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.